സത്യത്തിൽ അച്ചായൻ ഗോൾഡ് നടത്തിവരുന്ന ചാരിറ്റി വളരെയേറെ ശ്ലാഘനീയമാണ്, ഒന്നും പറയാൻ പറ്റില്ല. എന്നാൽ ചില സമയങ്ങളിൽ ചില വൃത്തികെട്ട തന്തയ്ക്ക് പറക്കാത്തവന്മാർ ചെവിയിൽ പൂവുമൊക്കെ വെച്ച് മനുഷ്യരെ അപമാനിക്കുന്നതിന് വെറും ഫേക്ക് ന്യൂസുകളും ചമച്ച് രംഗത്ത് വരാറുണ്ട്. ഈ മറ്റേമോന്മാർ ഒന്ന് മനസ്സിലാക്കണം, നിൻ്റെയൊക്കെ കയ്യിൽ നിന്ന് 1 രൂപയെങ്കിലും ഒരു വ്യക്തിക്ക് ചായ കുടിക്കുവാൻ കൊടുത്തിട്ടാണോ നീയൊക്കെ ഈ സംസാരിക്കുന്നത്? അല്ലെങ്കിൽ ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടിയിരുന്ന് വേറെ ഏതെങ്കിലും ഉടായ്പ് വീഡിയോസ് ചെയ്ത് എന്തെങ്കിലും ചില്ലറ ഉണ്ടാക്കാൻ നോക്കിക്കൂ. അല്ലെങ്കിൽ നിന്നെയൊക്കെ പോലുള്ളവനെ നേരിടാൻ ഞങ്ങൾ മലയാളികൾ ഒത്തൊരുമിക്കും. പിന്നെ നിൻ്റെയൊന്നും അഡ്രസ്സ് കാണില്ല, ഓർത്തു വച്ചോ. അച്ചായൻ എന്താണ് ചെയ്യേണ്ടത്? കുറച്ച് അല്പത്തുണിധാരികളായ സെലിബ്രിറ്റി എന്ന് സ്വയം നടിക്കുന്ന കുറച്ചവളുമാരെ കൊണ്ടുവന്ന് ആട്ടവും കൂത്തും കാണിക്കണമായിരുന്നോ? എന്നിട്ട് അവളുമാർ കോടികളും മേടിച്ച് കുണ്ടി തിരിഞ്ഞൊരു പോക്ക് പോവും. അങ്ങനെയായിരുന്നു അച്ചായൻ ചെയ്തതെങ്കിൽ ഇന്ന് 100 കണക്കിന് കുടുംബങ്ങൾ ദൈവത്തിന് തുല്യമായി കാണുന്ന ഈ മനുഷ്യൻ വേറൊരു ലെവലാവുമായിരുന്നു. അദ്ദേഹം ചെയ്യുന്ന നന്മകൾ ദൈവം തമ്പുരാൻ, അത് ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം ഏത് ദൈവമാണെങ്കിലും ഒരുപാട് അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് മേൽ ചൊരിയും. അതിന് യാതൊരു സംശയവുമില്ല. കാരണം അത്രമേൽ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ മേലുണ്ട്. അദ്ദേഹത്തിന് എതിരായി ഒരു വാക്ക് നീയൊക്കെ ഉരിയാടുമ്പോൾ ഒന്നോർത്തോ, പുന്നാര മക്കളെ, നിൻ്റെയൊക്കെ വായിൽ ഏറുപടക്കം വെച്ച് പൊട്ടിക്കുവാൻ തൻ്റെ ഇടമുള്ള മലയാളികൾ രംഗത്ത് വരും. നോക്കിക്കോ. കെട്ടട നായിൻ്റെ ഈ അടുത്ത സമയത്ത് തന്നെ പാമ്പ് കടിച്ച് മരിച്ച കുട്ടിയുടെ വീട്ടിൽ ചെന്ന് 10 ലക്ഷം രൂപ എടുത്ത് നിസാരമായി കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് നമ്മൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് മോനെ. ഓർത്തോ, നീയൊക്കെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ക്ഷമ പറഞ്ഞ് വല്ലവർക്കും എന്തെങ്കിലും ഉപകാരപ്പെട്ട് ജീവിക്കുവാൻ നോക്കടാ. അച്ചായന് എല്ലാത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ അനുഗ്രഹവും ആശീർവാദവും എന്നും ഉണ്ടാകും. സഹജീവികൾക്ക് നന്മ ചെയ്യുവാൻ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. അങ്ങനെയല്ലേ കൂട്ടുകാരെ? എന്നാൽ ഒരു എസ് കമൻറ്റ് ചെയ്ത് പിന്തുണ നൽകുക. നമുക്ക് കട്ടയ്ക്ക് കേരളത്തിന് പുതിയൊരു മുഖം ഉണ്ടാകുവാൻ അച്ചായനൊപ്പം ഉണ്ടാകണം. ഓക്കെ, നന്ദി, നമസ്കാരം.